നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇവിടെ സ്ഥലം നല്ല ഭംഗിയാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്നത് കാണാൻ പോകാം. അപ്പോൾ എൻ്റെ നാട്ടിൽ എനിക്ക് എൻ്റെ വീട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം അമ്പലമാണ്. അപ്പോൾ നമുക്ക് ആ അമ്പലത്തിലേക്ക് പോയാലോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ അമ്പലം തെറ്റാണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. വീട് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വരാൻ ഇഷ്ടമുള്ളൊരു സ്ഥലം, എന്നാൽ തന്നെ മനസ്സിന് സമാധാനം കിട്ടുന്ന സ്ഥലം കിട്ടും. അപ്പോൾ അതിന് കുറേ കാരണങ്ങളുണ്ട്. പിന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എനിക്ക് കിട്ടിയത് ഇവിടെ വെച്ചിട്ടാണ്. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അവൾക്കത് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ട് ഇവിടുത്തെ ഒരു അമ്പലത്തിൽ ഉത്സവത്തിന് അന്നാണ് ഞാൻ അവളെ അമ്മയുടെ കൂടെ കാണുന്നത്. അവളുടെ അമ്മയും എൻ്റെ അമ്മയും ഫ്രണ്ട്സ് ആയിരുന്നത് കൊണ്ടാണ് കണ്ടുമുട്ടാൻ ഇടയായത് തന്നെ. പക്ഷെ ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല, ബിഗ് ഫ്രണ്ട്സാണ്. മൈ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മളിപ്പോൾ വന്നിട്ടുള്ള ഈ സമയം എന്ന് വെച്ചാൽ നട തുറക്കുന്ന സമയമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് നട തുറന്നിട്ടോ അല്ലെങ്കിൽ അധികം ആൾക്കാരെന്നല്ല ആരും ഇവിടെ ഇല്ല. ഈ നട തുറക്കുന്നത് ഈ വൈകുന്നേരങ്ങളിലും പിന്നെ രാവിലെയാണ്. പിന്നെ എൻ്റെ ഇഷ്ട സ്ഥലങ്ങളിൽ ഒന്നായത് ഏറ്റവും പ്രിയപ്പെട്ടതാകാൻ വേറൊരു കാരണവും കൂടിയുണ്ട്. ഞാൻ ഡാൻസിൻ്റെ ആദ്യ അക്ഷരങ്ങൾ പഠിക്കുന്നത് ഈ അമ്പലം വക നടത്തുന്ന ഒരു ഡാൻസ് ക്ലാസ്സിൽ നിന്നാണ്. ഈ പുറകിൽ ഇവിടെയായിരുന്നു എൻ്റെ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നത്. നൃത്തം പഠിച്ചത് മാത്രമല്ല, എൻ്റെ ആദ്യത്തെ അരങ്ങേറ്റം കഴിഞ്ഞത് ഇവിടെ വെച്ചായിരുന്നു. ഈ അടുത്ത കാലത്തായിട്ടാണ് അമ്പലം ഇങ്ങനെ നവീകരിച്ചിരിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ മഹാനവമി വരുന്നു, വിജയദശമി അന്ന്. അതായത് നമുക്ക് എല്ലാവർക്കും പേഴ്സണലി സ്റ്റുഡൻസിന് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ബുക്ക് പൂജിക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ദിവസങ്ങൾ, അതായത് വിജയദശമിക്ക് നമ്മൾ ബുക്ക് പൂജിക്കാൻ ഞാൻ കൊണ്ടുവെക്കാറ് ഇവിടെയാണ്. ആ 3 ദിവസം പിന്നെ ബുക്കിൻ്റെ കാര്യത്തിൽ തുറന്നു നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാതെ പോയൊരു കാര്യമുണ്ട്, ഞാൻ മനഃപൂർവ്വം പറയാതെ ഇരുന്നതാണ്. അതായത് എൻ്റെ വീട് കണ്ണൂരാണ്. കണ്ണൂർ ഇരിട്ടി എന്ന് പറയും. അപ്പോൾ ഇരിട്ടിയിൽ തന്നെ നമ്മൾ കുറേ അമ്പലങ്ങളുണ്ട്. അതായത് നമ്മൾ അറിയുന്നതും അറിയപ്പെടാത്തതുമായ കുറച്ച് അമ്പലങ്ങൾ. അപ്പോൾ എൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ പറയുന്നതും അറിയാത്തതുമായ ഈ കുറച്ച് അമ്പലങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അമ്പലം സീരീസ്. അതായത് ഇപ്പോൾ എനിക്കായാലും എൻ്റെ നാട്ടുകാർക്കായാലും എൻ്റെ വീട്ടുകാർക്കായാലും പോലും ഇത്രയും അമ്പലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ആ അമ്പലങ്ങളെ പറ്റി ചെറിയൊരു അവബോധം, അതായത് അത് എങ്ങനെ പോവുക, അവിടുത്തെ വിശേഷം എന്താണെന്നെങ്കിലും പറയാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു ഉപകാരമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം. സോ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് എൻ്റെ സെക്കൻഡ് മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസും അതുപോലെ തന്നെ ആറളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യൂ പോയിന്റും കൂടി ഞാൻ പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കയറി വന്നത് ഈ അമ്പലത്തിൻ്റെ പ്രധാന വാതിലിലൂടെ, അതായത് മുൻവശത്തൂടെ. ഇനി ഈ അമ്പലത്തിൽ നിന്ന് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് വേറൊരു വഴിയും കൂടി ഇവിടെയുണ്ട്, നമുക്കതും കൂടി കാണാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, എൻ്റെ അമ്മൂസ് ജേണി എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് കൂടുതൽ പേരിലെത്തിക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.